കണ്ണൂർ ചെങ്ങളായിൽ ഇന്നലെ നിധി എന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ ലഭിച്ച അതേ സ്ഥലത്ത് ഇന്നും നാണയങ്ങളും മുത്തുകളും കണ്ടെത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നാണയങ്ങളും മുത്തുകളും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നാണയങ്ങളും മുത്തുക്കളും ലഭിച്ചത്. പോലീസിന് കൈമാറിയ കുടവും ആഭരണങ്ങളും കോടതിയിൽ ഹാജരാക്കി. പുരാവസ്തു വകുപ്പ് വിശദമായ അന്വേഷണം നടത്തും. ശ്രീനി ആലക്കോട് ചേരുന്നു. ശ്രീനി, എന്താണ് ഈ സംഭവം? ഇതിൽ പുരാവസ്തു വകുപ്പ് അടക്കം നൽകുന്ന വിശദീകരണം എന്താണ്? സജിത്, ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെന്റ് UP സ്കൂളിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു നിധി കണ്ടെടുത്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ 17 മുത്തുമണികൾ, 13 സ്വർണ്ണ ലോക്കറ്റുകൾ, 4 പതക്കങ്ങൾ, 5 മോതിരങ്ങൾ, ഒരു സെറ്റ് കമ്മൽ, അതുപോലെ തന്നെ നിരവധി വെള്ളി നാണയങ്ങൾ, അതുപോലെ തന്നെ ഒരു ഭണ്ഡാരം പോലെയുള്ള ഒരു വസ്തു, ഇത്രയും സാധനങ്ങളാണ് ഇന്നലെ കണ്ടെടുത്തത്. അതിനോടൊപ്പം ഇന്നലെ കണ്ടെടുത്ത ആ സ്ഥലത്ത് ഇന്ന് നടത്തിയ പരിശോധനയിൽ ഇന്ന് രാവിലെ 5 വെള്ളി നാണയങ്ങളും 2 സ്വർണ്ണ മുത്തുകളുമാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഏതായാലും ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. എനിക്ക് തോന്നുന്നത് അധികം താമസിയാതെ തന്നെ അത് നിധി വേട്ടയുള്ള ഒരു സ്ഥലമായി മാറും. കുറെ ആളുകൾ നിധി അന്വേഷിച്ച് അവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു സന്തോഷകരമായ കാഴ്ചയാണ് നമുക്ക് ശ്രീകണ്ഠാപുരം പരിപ്പായിൽ നിന്ന് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ശ്രീകണ്ഠാപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിരുന്നു. ഇന്നലെ കണ്ടെടുത്ത ആ സന്നിധി അത് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും പുരാവസ്തു വകുപ്പ് അതിന്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇത് ഏത് കാലത്തുള്ളതാണെന്നൊക്കെ അറിയണമെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം. എന്തായാലും ഇപ്പോൾ പരിപ്പായും ചെങ്ങളായും ഒക്കെ ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ ശ്രദ്ധയിൽപ്പെടുന്നവർ ഇടമായി മാറിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു നിധി കിട്ടിയിട്ടുള്ളത്. എന്തായാലും അധികം താമസിയാതെ തന്നെ ഇതിൽ എത്ര കാലം പഴക്കമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും നിധി കിട്ടിയത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ്. സ്വാഭാവികമായും നിധി കിട്ടിയാൽ അത് സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യണമെന്നതാണ്. അതിനനുസരിച്ചുള്ള നടപടികളാണ് ഉണ്ടാവുന്നത്. എന്തായാലും ഇന്നലെ ലഭിച്ചതിന് പിന്നാലെയാണ് ഇന്നും ഇത്തരം വെള്ളി നാണയങ്ങളടക്കം അവിടുന്ന് ലഭ്യമാവുന്നത്. പുരാവസ്തു വകുപ്പിന്റെ കൂടുതൽ ഇടപെടലുകൾ അവിടെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ കൂടുതൽ പുരാരേഖ പരിശോധനയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.